ഹലോ, ഇന്ന് നമുക്ക് ഒരു ഇലയുടെ തയ്യാറാക്കി നോക്കാം. ചക്ക വെച്ചിട്ടുള്ള ഒരു ഇലയുടെയാണ്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം 1 കപ്പ് ചക്ക വരട്ടിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയിൽ ചക്ക കുറുക്കി വറ്റിച്ചെടുത്താണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് 2-3 ഏലക്ക കൂടി ചേർത്ത് കൊടുത്ത് ഒരു പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് അതിലേക്ക് 1 കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. മാവും ശർക്കര പാനിയൊക്കെ നന്നായിട്ട് കമ്പൈൻ ചെയ്തെടുക്കാം. ഈ സമയം മധുരം കുറവാണെങ്കിൽ കുറച്ചും കൂടെ പാനി ആഡ് ചെയ്ത് കൊടുക്കാം. മാവ് അധികം കട്ടിയാവാനോ അധികം ലൂസ് ആവാനോ പാടില്ല. ഒരു മീഡിയം പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. നന്നായി മിക്സായി വന്ന ശേഷം ഇതിലൊരു പോർഷൻ മാവ് വാഴയിലയിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്യുന്ന ടൈമിൽ കയ്യിൽ വെള്ളമോ എണ്ണയോ ആക്കിയിട്ട് വേണം പ്രസ് ചെയ്യാനായിട്ട്. എല്ലാ ഇലയിലും ഇതുപോലൊന്ന് ചെയ്തെടുക്കാം. 2ആയിട്ട് ഫോൾഡ് ആക്കിയ ശേഷം ഇത് നമുക്ക് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. ഇതിനായിട്ട് ഓരോ അടയും നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. വെച്ചതിന് ശേഷം മൂടി ക്ലോസ് ചെയ്ത് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ലിഡൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇൻ കേസ് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കൂടി വെച്ചിട്ട് നന്നായിട്ട് കുക്കാക്കി എടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചക്ക കൊണ്ടുള്ള ഇലയട ഇവിടെ തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഫോളോ ദ വുഡൻ സ്പൂൺ. താങ്ക് യു ഫോർ വാച്ചിങ്.